മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 28/1/1998 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. തിരുവോണമാണ് നക്ഷത്രം. തിരുവോണം, 1-ാം പാദം, കുംഭലഗ്നം. ലഗ്നത്തിൽ വ്യാഴം, കുജൻ, കേതു. 2-ൽ ശനി, 3-ൽ ഗുളികൻ, 4, 5, 6 ഭാവങ്ങൾ ശൂന്യം. 7-ൽ രാഹു, 8, 9, 10 ഭാവങ്ങൾ ശൂന്യം. 11-ൽ ബുധൻ, ശുക്രൻ, 12-ൽ ചന്ദ്രൻ, സൂര്യൻ. വിവാഹ സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടവർ എന്നെ വിളിച്ചിരുന്നത്. ലഗ്നാൽ 7-ൽ രാഹു, 7-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം സൂര്യൻ ചന്ദ്രനോടൊത്ത് മകരത്തിൽ, അതായത് ശത്രുവായ ശനിയുടെ ക്ഷേത്രത്തിൽ നിൽക്കുന്നു. ശനിയാകട്ടെ ധനസ്ഥാനമായ 2-ൽ ഗുളികൻ്റെ 12-ാം ദൃഷ്ടിയിൽ നിൽക്കുന്നു. വളരെ ശ്രദ്ധിച്ചു മാത്രം വേണം ഇദ്ദേഹത്തിൻ്റെ വിവാഹ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട്. പ്രധാനമായും 1. ലഗ്നാൽ 7-ൽ വിവാഹസ്ഥാനത്ത് രാഹു നിൽക്കുന്നു. 2. 7-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശക്തനായ സൂര്യൻ 12-ൽ, പ്രത്യേകിച്ചും ശനിയുടെ ക്ഷേത്രത്തിൽ ചന്ദ്രനോടൊത്ത്. 12 എന്ന് പറയുന്ന പൊസിഷൻ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന വ്യയസ്ഥാനമാണ്, ചെലവിൻ്റെ സ്ഥാനമാണ്, നഷ്ടസ്ഥാനമാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യവുമാണ്. അതുപോലെ തന്നെ ലഗ്നാധിപനും 12-ാം ഭാവാധിപനുമായിട്ടുള്ള, അതായത് വിവാഹ സ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്ന രാശിയുടെ അധിപൻ ശനി. ലഗ്നാധിപനും ഇവിടെ ശനി തന്നെയാണ്. മകരത്തെയും കുംഭത്തെയും ഭരിക്കുന്നത് ശനിയാണ് എന്ന് ഒരുവിധപ്പെട്ട ആളുകൾക്കെല്ലാം അറിയാം. അറിയാത്തവർക്കായി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ശനി ഇവിടെ ധനസ്ഥാനമായ 2-ൽ നിൽക്കുന്നു. അവിടേക്ക് ഗുളികൻ്റെ നിൽക്കുന്ന രാശിയിൽ നിന്നും ഗുളികൻ 2-ലേക്കും 12-ലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗുളികൻ്റെ 12-ാം ദൃഷ്ടി ശനിയിലേക്ക്. ഗുളികൻ ശനി അത്ര ഒരു നല്ല കോമ്പിനേഷൻ അല്ല. ഗുളികനോടൊത്ത് ശനി നിന്നാലും ഗുളികനിലേക്ക് ശനിയുടെ ദൃഷ്ടി, അതല്ല എങ്കിൽ ശനിയിലേക്ക് ഗുളികൻ്റെ ദൃഷ്ടിയൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. മാത്രവുമല്ല, ഇദ്ദേഹത്തിൻ്റെ 7-ലേക്ക് ലഗ്നത്തിൽ നിൽക്കുന്ന ശനിയുടെ ക്ഷേത്രത്തിൽ നിൽക്കുന്ന കുജൻ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഇതും വളരെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം തന്നെയാണ്. ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള ജാതകം ചേരാത്ത രീതിയിലുള്ള വിവാഹങ്ങളൊക്കെ വരാനോ നടക്കാനോ ഒക്കെ സാധ്യത ഇത്തരക്കാർക്ക് വളരെ കൂടുതലാണ്. പ്രത്യക്ഷത്തിൽ, അതായത് രാഹു എന്ന് പറയുമ്പോൾ തന്നെ മായാവിദ്യകൾ ഉള്ള ഛായാഗ്രഹം ആണ്. അപ്പോൾ പ്രത്യക്ഷത്തിൽ എല്ലാം കൊണ്ടും യോഗ്യം എന്ന് തോന്നുകയും തോന്നിപ്പിക്കുകയും അതിനുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കുകയും ചെയ്യുകയും, എന്നാൽ അതിൽ നിന്ന് നേരെ വിഭിന്നമായ ജീവിതാനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നതാണ് പല ആളുകൾക്കും 7-ലെ രാഹു കൊണ്ട് അനുഭവിക്കപ്പെടേണ്ടുന്ന ഒരേ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്. അതിൽ എല്ലാം പെടും എന്നതാണ് ഏറ്റവും രസകരമായിട്ടുള്ള വസ്തുത. തർക്കങ്ങളിൽ തുടങ്ങി ഡിവോഴ്സ് വരെ ഉണ്ടാകാൻ സാധ്യത ഇത്തരക്കാർക്കുണ്ട്. എന്നാൽ എല്ലാവർക്കും 100-ൽ 100 പേർക്കും 7-ൽ രാഹു നിൽക്കുന്ന ആളുകൾക്കെല്ലാം തർക്കങ്ങളിലൂടെയും ഡിവോഴ്സിലൂടെയും സഞ്ചരിക്കുന്നു എന്നൊരർത്ഥമൊന്നും അതിനില്ല. അതിൽ തന്നെ കുറേ കാര്യങ്ങൾ അതിനോട് ചേർത്ത് അനുബന്ധമായി പറയേണ്ടതുണ്ട്. 1. കൃത്യമായി ചേരുന്ന ജാതകങ്ങൾ, കൃത്യമായി ലഗ്നങ്ങൾ ചേരുന്ന, 7-ൽ നിൽക്കുന്ന രാഹുവുമായി ചേരുന്ന, ശുക്രൻ്റെ അവസ്ഥയും ചേർത്ത്, നാളും ചേർത്ത്, പൊരുത്തവും ചേർത്ത് പോകുന്നതാണ് എങ്കിൽ വളരെ ഗംഭീരമായി ജീവിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടുമുണ്ട്. അത്തരത്തിൽ പല ആളുകളും എന്നെ വിളിക്കാറുമുണ്ട്. രണ്ടാമത്തത്, ഏതെങ്കിലും രീതിയിൽ പ്രായത്തിൽ ഏറ്റക്കുറച്ചിലുകൾ, അതല്ല എങ്കിൽ കാസ്റ്റ് വൈസ് ജാതി സംബന്ധമായിട്ടുള്ള ഏറ്റക്കുറച്ചിലുകൾ ഉള്ള ഒരാൾ പാർട്ട്ണറായി വരാനുള്ള സാധ്യത ഇത്തരക്കാർക്കുണ്ട്. മൂന്നാമത്തത്, പഠന സംബന്ധമായിട്ടോ ജോലി സംബന്ധമായിട്ടോ മറ്റു ജീവിത സാഹചര്യങ്ങൾ സംബന്ധമായിട്ടോ 2 പേരും കൂടുതൽ സമയവും 2 ദിക്കുകളിൽ നിൽക്കുന്ന ആളുകൾ. ഇത്തരക്കാർക്ക് പൊതുവെ അത്തരത്തിലുള്ള വിവാഹവും നടന്നു കാണുന്നുണ്ട്. അടുത്തതായി, തർക്കങ്ങൾ, വഴക്കുകൾ, അസ്വസ്ഥതകൾ, ഒരു സ്വസ്ഥതയില്ലായ്മ, ചേർച്ചയില്ലായ്മ പോലെയുള്ള കാര്യങ്ങളിൽ സ്ഥിരമായി ജീവിതം തള്ളി നീക്കുന്ന ആളുകൾ. അടുത്തത്, തർക്കങ്ങളിൽ തുടങ്ങി ഡിവോഴ്സ് വരെ എത്തുന്ന ആളുകൾ. ഇതെല്ലാം 7-ലെ രാഹുവിനെ കൊണ്ട് മാത്രം തന്നെ ചിന്തിക്കേണ്ടുന്ന കാര്യങ്ങളാണ്.
അതിൽ തന്നെ 7-ാം ഭാവാധിപൻ 12-ൽ നഷ്ടസ്ഥാനത്ത് നിൽക്കുകയും ചെയ്യുന്നു. ചന്ദ്രനോടൊത്ത്, മനസ്സിൻ്റെ കാരകനാണ് ചന്ദ്രൻ. 7-ാം ഭാവാധിപൻ സൂര്യൻ ചന്ദ്രനോടൊത്ത് 12-ൽ നിൽക്കുന്നു. 7-ലേക്ക് കുജൻ്റെ ദൃഷ്ടി വരുന്നു. വ്യാഴത്തിൻ്റെ ദൃഷ്ടി 7-ലേക്ക് ഉണ്ട്. എന്നിരുന്നാൽ തന്നെയും വ്യാഴത്തോടൊപ്പം കേതുവുണ്ട്, രാഹുവിൻ്റെ 7-ാം ദൃഷ്ടിയുമുണ്ട്. ഇത് രണ്ടും കഴിഞ്ഞിട്ടുള്ള ഫലം മാത്രമാണ് വ്യാഴം അവിടെ തരിക. അപ്പോൾ ആദ്യം പറഞ്ഞ നെഗറ്റീവ് കാര്യങ്ങൾക്ക് ഒരു സാധ്യത കൂടുതലുണ്ട്. അതിന് ശേഷമായിരിക്കും വ്യാഴത്തെ കൊണ്ടുള്ള ഗുണം ഇത്തരം വ്യക്തികൾക്ക് ഉണ്ടാവുക. അതുപോലെ തന്നെ പറയേണ്ടുന്നതാണ് രാഹു. ചില ആളുകൾക്ക് നേരത്തെ കല്യാണം നടന്നു കാണും, ചില ആളുകൾക്ക് വളരെയധികം വൈകുകയും ചെയ്യും. ഇത് രണ്ടും വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. നേരത്തെ പറഞ്ഞു മായാവിദ്യകളുള്ള ഛായാഗ്രഹമാണ്. മായാവിദ്യകൾ എന്ന് പറയുമ്പോൾ അതിലെല്ലാം പെടും. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ധനസ്ഥാനത്ത് ശനി ഗുളികൻ്റെ 12-ാം ദൃഷ്ടിയിൽ നിൽക്കുന്നു. അപ്പോൾ ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരല്പം ശ്രദ്ധ കൂടുതൽ തന്നെ എല്ലാ സമയവും വേണം. മാത്രവുമല്ല, ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന ശനി ആയതുകൊണ്ട് ശനിദശ, അതുപോലെ തന്നെ ഏത് വലിയ മഹാദശയാണെങ്കിൽ പോലും അതിൽ ശനിയുടെ അപഹാരങ്ങൾ വരുന്ന സമയം പ്രത്യേകം തന്നെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ചിന്തിച്ചും മാത്രമേ ജീവിതത്തിൽ ചെറുതും വലുതുമായ ഏതൊരു തീരുമാനങ്ങളും എടുക്കാവൂ എന്നൊരർത്ഥം കൂടെ ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന ശനി പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ വ്യക്തിയുടെ ലഗ്നം, കുംഭലഗ്നം ഭരിക്കുന്നത് ശനി. അതേ ലഗ്നത്തിൽ തന്നെ കുജൻ നിൽക്കുന്നു. ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ശനിയിലേക്കാണ് ഗുളികൻ്റെ ദൃഷ്ടി വരുന്നത്. അപ്പോൾ ഇത്തരക്കാർക്ക് വാശി, കടുംപിടുത്തം, മുൻചുണ്ടി പോലെയുള്ള സ്വഭാവ സവിശേഷതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനെ വളരെ നിയന്ത്രിച്ചും സൂക്ഷിച്ചുമൊക്കെ വേണം ജീവിതത്തിൽ കൊണ്ടുപോകാനായിട്ട്. അതല്ലാത്ത പക്ഷം ഇടതുവശത്തേക്ക് പോയാൽ നേട്ടങ്ങളുണ്ടാകുമെങ്കിൽ സ്വന്തം ചിന്തകളിലെ അബദ്ധങ്ങൾ കൊണ്ട് വലതുവശത്തേക്ക് പോവുകയും അനാവശ്യമായി സമയം പാഴാക്കുകയും അതുവഴി ധനനഷ്ടമുണ്ടാവുകയും നേട്ടം ഇല്ലാതിരിക്കുകയും ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ലഗ്നത്തിൽ ഗുളികൻ അല്ലെങ്കിൽ ലഗ്നാധിപനോടൊത്ത് ഗുളികൻ, അതല്ല എങ്കിൽ ലഗ്നാധിപനിലേക്ക് ഗുളികൻ്റെ ദൃഷ്ടി, ഇത് മൂന്നും തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുപ്പിക്കുന്നതിൽ അതിവിദഗ്ധരാണ്. അതിൽ തന്നെ ശനി ഗുളികൻ കോമ്പിനേഷൻ്റെ ഒരല്പം ടഫുമാണ്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ രാഹു നടത്തുന്ന ദൃഷ്ടികൾ. നിൽക്കുന്ന രാശിയിൽ നിന്നും ഏതൊരു ഗ്രഹനിലയിലും രാഹു 6, 7, 9, 12 ഈ 4 ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ രാഹുവിൻ്റെ 6-ാം ദൃഷ്ടി മനസ്സിൻ്റെയും മാതാവിൻ്റെയും കാരകനായിട്ടുള്ള ഗ്രഹം ചന്ദ്രനിലേക്ക് വരുന്നുണ്ട്. ഇതും മനസ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരല്പം ബുദ്ധിമുട്ടുകൾ, ഒരല്പം ടെൻഷൻ, കൺഫ്യൂഷൻ അല്ലെങ്കിൽ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രവണത, അതല്ല എങ്കിൽ തെറ്റ് എന്ന് പറയുന്ന കാര്യത്തെ ശരിയായി കണ്ട് തീരുമാനങ്ങളെടുത്ത് അബദ്ധം പറ്റാനുള്ള സാധ്യത മനസ്സുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണിത്. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിന് വിവാഹത്തിന് അനുകൂലമായിട്ടുള്ള സമയത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. രാഹുദശയാണ്. 2013 തൊട്ട് 33 വരെ രാഹുദശയാണ്. രാഹുദശയിൽ തന്നെ ശുക്രൻ വിവാഹകാരകനായിട്ടുള്ള ബുധനോടൊത്ത് ലാഭസ്ഥാനത്ത് 11-ൽ നിൽക്കുന്ന ശുക്രൻ്റെ അപഹാരമാണ് നടക്കുന്നത്. 2024 ഓഗസ്റ്റ് 2-ാം തീയതി തൊട്ട് 2027 ഓഗസ്റ്റ് 3-ാം തീയതി വരെ രാഹുവിൽ ശുക്രൻ. അപ്പോൾ എന്തുകൊണ്ടും വിവാഹത്തിന് പറ്റിയ അനുകൂലമായിട്ടുള്ള സമയത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. വിവാഹാലോചനകൾ ധാരാളമായി വരുന്നുമുണ്ട്. പക്ഷേ ഇത്തരം ആളുകൾ, പ്രത്യേകിച്ചും രാഹുദശ നടക്കുന്നു, 7-ലെ രാഹു വിവാഹം കഴിക്കുമ്പോൾ വളരെ വളരെ 100-ൽ 100% വളരെയധികം ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ചേരുന്ന ആളുകളെ മാത്രമേ ചേർത്ത് വയ്ക്കാവൂ. അതല്ല എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് എന്നും തിരിച്ചറിയുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ലഗ്നാധിപൻ ശനിയാവുകയും അതിന് ഗുളികൻ്റെ ദൃഷ്ടി വരികയും
ലഗ്നത്തിൽ കുജൻ കേതുവിനോടൊത്ത് രാഹുവിൻ്റെ ദൃഷ്ടിയിൽ വ്യാഴത്തോടൊത്ത് നിൽക്കുകയും ഒക്കെ ചെയ്യുകയും 7ാം ഭാവാധിപൻ 12-ൽ ചന്ദ്രനോടൊത്ത് രാഹുവിൻ്റെ ദൃഷ്ടിയിലൊക്കെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണത്. വിദേശവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ വിവാഹത്തിന് പരിഗണനയിൽ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതിൽ തന്നെ ചേരുന്നത് മാത്രം തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ ചന്ദ്രദശയിലായിരുന്നു ജനനം. തിരുവോണമാണ് നക്ഷത്രം. 2006 വരെ ചന്ദ്രൻ, ശേഷം 7 കൊല്ലം ചൊവ്വ, 2013 വരെ, ശേഷം 18 കൊല്ലം ഇപ്പോഴത്തെ നടപ്പ് ദശയും ആയിട്ടുള്ള രാഹു, 2031 വരെ, ശേഷം 16 കൊല്ലക്കാലം നീണ്ടു നിൽക്കുന്ന ഗുരുദശ 2047 വരെ, ശേഷം ശനി 2066 വരെ, ശേഷം ബുധൻ എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. നടപ്പ് ദശ നേരത്തെ പറഞ്ഞു, രാഹുവിൽ ശുക്രനാണ്. കൃത്യമായി സൂക്ഷിച്ചും ജാഗ്രതയോടെയും വളരെയധികം ശ്രദ്ധിച്ചും മാത്രം വിവാഹം കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു ഗ്രഹനിലയാണിത്. അത് ലഗ്നത്തെ കൊണ്ടും 7ാം ഭാവത്തെ കൊണ്ടും 7ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്ന സ്ഥാനത്തെ കൊണ്ടും എല്ലാം. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.